सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ച ആ പദ്യം ഒന്നുകൂടെ വേഗത്തിൽ അർത്ഥം നോക്കിയിട്ട് പുതിയ പദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് നിർത്തിയ പദ്യം ഇതാണ്: ஞானிக்குலகுநடையென்று நாம் பார்க்கின் ശീനക്കണ്ണാടിയോട് ദൈവമുമാം ഏനോർക്കും വെപ്പിരട്ടമേ പോലെ വേറാം വികാരിയോ അപ്പരാക്കன்றി അറിയാൻ. ജ്ഞാനിക്കുലകുനടയൻ്റെ, ജ്ഞാനിക്ക് ലോകസ്വഭാവമുണ്ട്, അദ്ദേഹത്തിനും കർമ്മം ചെയ്യാൻ താല്പര്യമുണ്ട്, കർമ്മഫലം വേണം എന്നൊരാഗ്രഹമുണ്ട് എന്നൊക്കെ ജ്ഞാനിയുടെ കർമ്മങ്ങളെക്കുറിച്ച് അജ്ഞാനികൾ കരുതും. പക്ഷേ ജ്ഞാനിയുടെ മനസ്സിൽ യാതൊരു അഭിലാഷവുമില്ല. എപ്പോഴും നമ്മുടെ മനസ്സിനനുസരിച്ചുള്ള വീക്ഷണമായിരിക്കും നമ്മളിൽ നിന്നുണ്ടാകും. ഇതാണ് നിയമം. അജ്ഞാനിക്ക് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ കർമ്മങ്ങളെയും ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും, ആഗ്രഹം കാണും, അതുകൊണ്ടാണ് ഇദ്ദേഹം കർമ്മത്തിൽ വ്യാപൃതനാകുന്നത് എന്നൊക്കെ അജ്ഞാനി ധരിച്ചു എന്ന് വരാം. പക്ഷേ അവരുടെ സ്വഭാവം അങ്ങനെയല്ല. നാം പാർക്കിൻ ശീനക്കണ്ണാടിയോട് ദീപമാം. ഈ ജ്ഞാനിയുടെ കർമ്മങ്ങളെ ദീപത്തോടാണ് ഉപമിക്കുന്നത്. ചീനക്കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ണട, ഇരുട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു. കാഴ്ചശക്തിയുള്ള ഒരുവന് കണ്ണടയുടെ സഹായം കൂടാതെ തന്നെ ആ ദീപത്തെ അറിയാൻ പറ്റും. എന്നാൽ കാഴ്ചശക്തി ഇല്ലാത്തവൻ, അയാൾക്ക് ദീപത്തിൻ്റെ അഭാവത്തിൽ ഒരു കണ്ണടയുണ്ടെങ്കിൽ പോലും ദീപത്തെ കാണാൻ കഴിയില്ല. എന്തിനായി ഈ ഉദാഹരണം പറഞ്ഞത്? ജ്ഞാനി എല്ലാറ്റിനെയും ആത്മപ്രകാശത്തിൽ കാണുന്നു, അതുകൊണ്ട് അയാളുടെ കാഴ്ച ശരിയാണ്. അജ്ഞാനി അജ്ഞാനം കലർന്ന ബുദ്ധിയിലൂടെ, മനസ്സിലൂടെയാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ വീക്ഷണം എപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് ദീപം പോലെ ആത്മപ്രകാശത്തിലാണ് ജ്ഞാനിയുടെ സർവകർമ്മങ്ങളും നടക്കുന്നത്. ഏനോർക്കും വിപ്പിരട്ടമേ പോലെ വേറാം. മറ്റുള്ളവർക്ക്, ലൗകികന്മാർക്ക് ഈ ജ്ഞാനി വിഭ്രഷ്ടൻ എന്ന പോലെ കാണപ്പെടും. വിഭ്രഷ്ടൻ എന്ന് പറഞ്ഞാൽ സാധാരണ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവൻ. നമ്മെ പോലെയല്ല, ഇദ്ദേഹം വഴിവിട്ട് സഞ്ചരിക്കുന്നവനാണ് എന്നൊക്കെ അവിവേകികൾക്ക്, അജ്ഞാനികൾക്ക് തോന്നും. കാരണം അദ്ദേഹത്തിൻ്റെ ചെയ്തികളൊക്കെ നിസ്സംഗതയോടുകൂടിയുള്ള കർമ്മങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കാനുള്ള പാകത അജ്ഞാനികൾക്കില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ ഭ്രംശം സംഭവിച്ചവൻ, സാധാരണ ലോകമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവൻ എന്നൊക്കെ അവർ വിചാരിക്കും. വികാരിയോ, എന്നാൽ ഈ ജ്ഞാനി യഥാർത്ഥത്തിൽ ഏതെങ്കിലും വികാരത്തിന് വശംവദനാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ലോകം ജ്ഞാനിയെ ബാധിക്കുകയുമില്ല. അപ്പരാക്കன்றി അറിയാൻ. ജ്ഞാനി എന്തിനെയാ അറിയുന്നത്? ജ്ഞാനി ആത്മാവിൻ്റെ മാറ്റമില്ലാത്ത സ്ഥിതിയെ മറക്കാതെ അറിയും. എന്താണ്? ആത്മാവിൻ്റെ പരിണാമത്തിന് വശംവദമാകാത്ത ആ സ്ഥിതിയെ മറന്നുപോകാതെ അറിയുന്നു. അവർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, പരിണമിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള അറിവില്ല. അവർ മാറ്റമില്ലാത്ത ബ്രഹ്മത്തെ, ആത്മവസ്തുവിനെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജ്ഞാനി ആത്മാവിൻ്റെ അനശ്വരതയെ മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങനെ അറിയുമ്പോൾ അദ്ദേഹം പ്രപഞ്ചത്തെ വിസ്മരിച്ചു പോകുന്നു. പ്രപഞ്ചം എന്നൊന്ന് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അദ്ദേഹം മറന്നുപോകുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ആത്മാവിൽ സ്ഥിതനായതുകൊണ്ട്. എന്നാൽ ഒരു ലൗകികൻ എങ്ങനെയാണ് ജീവിക്കുന്നത്?
അയാൾ മാറുന്ന പ്രപഞ്ചത്തെയും പ്രപഞ്ച ഘടകങ്ങളെയും മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അയാൾ ആത്മാവിനെ മറന്നു പോകുന്നു. ഇതേ ഉള്ള വ്യത്യാസം. ജ്ഞാനി പ്രപഞ്ചത്തെ മറക്കുന്നു, ആത്മാവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് കഴിയുന്നു. അജ്ഞാനി ആത്മാവിനെ മറക്കുന്നു, പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിയുന്നു. ഇതേ ഉള്ളൂ ജ്ഞാനിക്കും അജ്ഞാനിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. മൂർഖൻ അനാചാരി മൂഢനന പണ്ഡിതനാം മേർക്കുലമാം ആചാരവിത്തന പാർക്കിൽ അളവൈ കളവാകി അപ്പാലാം ജ്ഞാനി തെളിവൈ തെളിയാതതെൻ. ജ്ഞാനിക്ക് അജ്ഞാനികൾ കൊടുക്കുന്ന കുറെ സ്ഥാനപ്പേരുകളുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനപ്പേരെന്താ? ഭ്രാന്തൻ. എവിടെയോ ഒരു ആണി ലൂസാണ് തലയിൽ, എന്തോ കുഴപ്പമുണ്ട്, അബ്നോർമൽ എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന് വേറെയും പല പേരുകളും പട്ടങ്ങളും കൊടുത്തിട്ടുണ്ട്. മൂർഖൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മണ്ടൻ. ജ്ഞാനികൾക്ക് കൊടുക്കുന്ന പേരുകളാണ്. മൂർഖൻ, ഇഡിയറ്റ്, ഫൂൾ. അനാചാരി, ആചാരമൊന്നും അറിഞ്ഞുകൂടാത്തവൻ, ലോകത്തിൽ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ. നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ ജീവിക്കണ്ടേ? ഞങ്ങളെയൊക്കെ നോക്കൂ, ഇവൻ ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ, അനാചാരി. ആചാരമെന്തെന്ന് ഒരു ഗ്രാഹ്യവുമില്ല, അനാചാരി എന്ന് വിളിക്കും. മൂഢൻ, മൂർഖനും എന്തായത്? മൂർഖൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നാണ് അർത്ഥം. മൂഢൻ, വിഡ്ഢി, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മൂഢൻ എന പണ്ഡിതനാം മേൽകുലം ആം ആചാരവിത്ത് അത്. പക്ഷേ അപൂർവം ചിലർ ഇദ്ദേഹത്തെ പണ്ഡിതൻ എന്നും തിരിച്ചറിയും. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി, അറിവുള്ളവൻ, എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥത്തിലും ചിലർ അദ്ദേഹത്തെ കാണും. പണ്ഡിതനാം മേർകുലമാം ആചാരവിത്തൻ. മേർകുലം ഉന്നത കുലത്തിൽ ജനിച്ചവനാണ്. അല്ലെങ്കിൽ ആചാരവിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വിത്തല്ല, വേദവിത്ത് എന്ന് പറഞ്ഞാൽ വേദം അറിയുന്നവൻ. ആചാരവിത്ത് എന്ന് പറഞ്ഞാൽ ആചാരങ്ങളെയൊക്കെ നല്ലതുപോലെ അറിയുന്നവൻ, സദാചാര ബോധമുള്ളവൻ. ആചാരവിത്ത്, ആഭിജാത്യമുള്ളവൻ, സദാചാരത്തിൽ നിഷ്ഠയുള്ളവൻ എന്നും ചില അജ്ഞാനികൾ പറയും. അപ്പോൾ ലൗകികരെ മൊത്തം ആക്ഷേപിക്കുകയില്ല. ചിലർ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ തിരിച്ചറിയും. മറ്റു ചിലരാണ് മൂർഖൻ, അനാചാരി, മൂഢൻ എന്നൊക്കെ പറയുന്നത്. പാർക്കിൽ എന്ന് വെച്ചാൽ നോക്കിയാൽ, ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, ഒന്ന് വിശകലനം ചെയ്താൽ, അളവൈ കളവാകി അപ്പാലാം ജ്ഞാനി. അളവിന്റെ അളവാണ് ജ്ഞാനി. എന്താണ് ഇതിന്റെ അർത്ഥം? അളവിന്റെ അളവിനെ ഏതുകൊണ്ട് അളക്കും? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സ്കെയില് കിട്ടി എന്ന് വിചാരിക്കുക. ഈ സ്കെയില് കൊണ്ട് നീളമുള്ള പല വസ്തുക്കളെയും നമുക്ക് അളക്കാം. പക്ഷേ ഈ സ്കെയിലിന്റെ നീളത്തെ അളക്കാൻ സ്കെയിലിന് പറ്റുമോ? അളക്കാനുള്ളതാണ് സ്കെയിൽ. അളക്കാനുള്ളതിനെ വെച്ചുകൊണ്ട് ആ അളക്കുന്നതിനെ തന്നെ അളക്കാൻ പറ്റുമോ? സാധ്യമല്ല. അതുപോലെ ജ്ഞാനിയാണ് ഇവിടെ ശരിയേത് തെറ്റേത് എന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ നമുക്കെന്ത് അവകാശം? അദ്ദേഹം ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് വളരെ ശരിയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ അജ്ഞാനിക്ക് അർഹതയില്ല, യോഗ്യതയില്ല. അളവിന്റെ അളവാണ് ജ്ഞാനി എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത അളവ്. എന്താണ് ഈ അളവിന്റെ അളവ്? സത്യത്തെ അളക്കുന്നത് ഉപനിഷത്തുകളാണ്. സത്യത്തെ അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നതാണ് പരമസത്യം, ബോധമാണ് പ്രപഞ്ചത്തിന്റെ അന്തിമമായ സത്യം എന്ന് ബോധത്തെ അളന്ന് തിട്ടപ്പെടുത്തി നമ്മോട് പറഞ്ഞു തരുന്നത് ഉപനിഷത്തുകളാണ്. ഉപനിഷത്തിനെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട മറ്റ് അധ്യാത്മ ഗ്രന്ഥങ്ങളുമാണ്. അപ്പോൾ സത്യത്തിന്റെ അളവുകോലാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകൾ ജ്ഞാനിയുടെ മഹത്വത്തെ വേണ്ടവണ്ണം അറിയിച്ചു തരുന്നില്ല. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു നിർഗുണം നിരാകാരം എന്ന്. പക്ഷെ ഒരു ജീവൻ മുക്തന്റെ സ്ഥിതിയെ വർണ്ണിക്കാൻ ഉപനിഷത്തുകൾക്ക് പോലും സാധ്യമല്ല. എന്തുകൊണ്ട്? അളവിനെ അളക്കാൻ പറ്റാത്തവരാണ്. ഇവിടെ അളവ് എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളുടെ പിടിയിൽ പോലും ഒതുങ്ങില്ല ഒരു ജീവൻ മുക്തൻ, സത്യദർശി.
സത്യത്തിൻ്റെ അളവാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിൻ്റെയും അളവാണ് ജ്ഞാനി. എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൻ്റെ സാരം നല്ലതുപോലെ മനസ്സിലാക്കി അതിൻ്റെ സൂക്ഷ്മാർത്ഥം പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിവുള്ളവനാണ് ജ്ഞാനി. ആ ജ്ഞാനിയുടെ മഹത്വത്തെ ഉപനിഷത്തുകൾക്ക് പോലും വർണ്ണിക്കാനാവില്ല. അളവ് കളവാകി അപ്പാലാം എല്ലാറ്റിനെയും അതിക്രമിച്ചു നിൽക്കുന്നു ജ്ഞാനി. ഒന്നിൻ്റെ പരിധിക്കകത്തും പെടുന്നതല്ല, ഒന്നും അദ്ദേഹത്തെ പരിമിതനാക്കുന്നില്ല. സർവ അതീതനാണ് അദ്ദേഹം. അപ്പാലാം ജ്ഞാനി തെളിവൈ തെളിയാതതെൻ ചോദ്യമാണ്. ജ്ഞാനി തെളിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുടെ ബുദ്ധിയിലുള്ള തെളിച്ചം, ജ്ഞാനിയുടെ ജ്ഞാനം, ആ ബുദ്ധിയിലുള്ള പ്രകാശം, ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയാതത് എന്തുകൊണ്ട് ഈ ലോകർ മനസ്സിലാക്കുന്നില്ല? മനസ്സിലാക്കാൻ സാധ്യമല്ല. അതാണ് കാരണം. ലോകർക്ക് ഒരു ജ്ഞാനിയുടെ ചെയ്തികളെ വിലയിരുത്താനുള്ള കഴിവില്ല. തെളിയാതത് എന്തുകൊണ്ട് ഈ ലോകർ ജ്ഞാനിയുടെ ആ ജ്ഞാനത്തെ, അദ്ദേഹത്തിൻ്റെ ആ ആത്മാനുഭവത്തെ മനസ്സിലാക്കുന്നില്ല? എന്തൊരാശ്ചര്യം! അവരുടെ കൂടെ അവരിൽ ഒരാളായി ജീവിച്ചിരുന്നിട്ടും ഈ ജീവൻ മുക്തനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ലൗകികർക്കില്ല. അതൊരത്ഭുതമല്ലേ? നമ്മുടെ കൂടെ ജീവിക്കുന്നു, നമ്മോടൊപ്പം, നമ്മെപ്പോലെ, നമ്മിൽ ഒരാളായി അങ്ങനെ ജീവിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മഹത്വമോ ശ്രേഷ്ഠതയോ ഈ കൂടെയുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന് വരികിൽ അതൊരു ആശ്ചര്യമല്ലേ? അതാണ് തെളിയാതത് ഇതെന്തൊരാശ്ചര്യം എന്നാണ് ഗ്രന്ഥകാരൻ ചോദിക്കുന്നത്. അതിൻ്റെ മലയാളം അർത്ഥം വായിക്കാം. ഈ പദ്യത്തിൽ തുറവി എന്ന് പറഞ്ഞാൽ സന്യാസി, ഗൃഹസ്ഥാശ്രമിയായ ജ്ഞാനി, ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ അജ്ഞാനിയായ ഗൃഹസ്ഥാശ്രമി. ആദ്യത്തേത് സന്യാസി, രണ്ടാമത്തേത് ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയവേ തന്നെ ജ്ഞാനം നേടിയ ആൾ. അയാൾ വീടൊന്നും വിട്ടു പോകുന്നില്ല, കുടുംബത്തിൽ തന്നെ കഴിയുകയാണ്. മൂന്നാമത്തെ കൂട്ടർ സാധാരണ ലൗകികർ, അജ്ഞാനികളായ ഗൃഹസ്ഥന്മാർ. ഈ മൂന്ന് തരക്കാരെയും താരതമ്യപ്പെടുത്തുന്നു. തുറവി, ഗൃഹസ്ഥാശ്രമിയായ ജ്ഞാനി, ഗൃഹസ്ഥാശ്രമി, ഈ മൂന്ന് തരക്കാരെയും താരതമ്യപ്പെടുത്തുന്നു. ഗൃഹസ്ഥാശ്രമത്തെ പാടെ വെറുക്കാതെ സകുടുംബം വസിക്കുന്ന ജ്ഞാനികൾ കുടുംബം വിട്ട് തുറവികളായ ജ്ഞാനികൾക്ക് തുല്യം ആകൃതിയിലും നടപടിയിലും ഭിന്നരാണെങ്കിലും ഈശ്വരബോധത്താൽ ഇരുകൂട്ടരും സമർത്ഥന്മാരാണ്. കുടുംബത്തിൽ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ജ്ഞാനമുള്ളിൽ പ്രകാശിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ദേശകാലങ്ങളെ മാറ്റിയത് കൊണ്ടോ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കണം. അപ്പോൾ കുടുംബസ്ഥരായ ജ്ഞാനികളും കുടുംബം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് സന്യാസികളായി പോയി ജ്ഞാനം നേടിയവരും തമ്മിൽ ആ അനുഭവത്തിൻ്റെ തലത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഒരാൾ കുടുംബത്തിൽ കഴിയുന്നു, മറ്റൊരാൾ അലഞ്ഞു നടക്കുന്നു, ഭിക്ഷാന്തേഹിയായി നടക്കുന്നു, സന്യാസാശ്രമം സ്വീകരിച്ച് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അവരുടെ ഉള്ളനുഭവത്തിന് വ്യത്യാസമില്ല എന്നാണ്. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. അഞ്ജനക്കണ്ണാളർക്ക് അരുനിധിയം തോன்றுവ പോൽ നഞ്ചലകൈ മാറ്റിനതിൽ നാണുവർ പോൽ വെഞ്ചാപ വീട് പോർ തോൻറും അരുൺമേലിയിട്ടാൽ വിപ്പിരട്ടാം ഓടയിൻ മണ്ടൂകമൊപ്പോർക്ക്. അഞ്ജനക്കണ്ണാളർക്ക്, അഞ്ജനം കണ്ണിൽ എഴുതിയവർക്ക്. അഞ്ജനം എന്ന് പറഞ്ഞാൽ കൺമഷി. സാധാരണ ഈ കൺമഷി ഇടുന്നത് സ്ത്രീകളാണ്. അവർ നമ്മൾ പറയും വാൽക്കണ്ണ് എഴുതുക എന്ന് പറയും. കണ്ണിൻ്റെ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ആ കണ്ണിങ്ങനെ നീട്ടി, അപ്പോൾ കണ്ണിന് നീളം കൂടിയതുപോലെ തോന്നും. നീളമുള്ള കണ്ണ്, അതിനെയാണ് നമ്മൾ മാൻമിഴി എന്നൊക്കെ പറയാറില്ലേ? അതാണ് കണ്ണിൻ്റെ സൗന്ദര്യം. അപ്പോൾ സ്വതവേ കണ്ണിന് നീളമില്ലാത്തവർ ഈ അഞ്ജനം കൊണ്ട്, കൺമഷി കൊണ്ട് കണ്ണിങ്ങനെ നീട്ടി വരയ്ക്കും. അപ്പോൾ ആ കണ്ണിന് ഒരു ആകർഷണീയത ഉണ്ടാവും. അഞ്ജനം എന്ന് പറഞ്ഞാൽ കൺമഷി എന്നാണ് അർത്ഥം. അഞ്ജന കണ്ണാളർക്ക് എന്ന് പറഞ്ഞാൽ കണ്ണിൽ അഞ്ജനം എഴുതിയവർക്ക്, കൺമഷി ഇട്ടവർക്ക്. ഇവിടെ സാധാരണ അഞ്ജനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. കാരണം പുരുഷന്മാർ സാധാരണ കൺമഷി കണ്ണിൽ എഴുതാറില്ല. ഇവിടെ അഞ്ജനം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മന്ത്രകർമ്മങ്ങളിലൂടെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന അഞ്ജനമുണ്ട്. ആ അഞ്ജനം
ചില സിദ്ധികൾ നമുക്കുണ്ടാക്കി തരും. ഉദാഹരണത്തിന് ചില പ്രത്യേകതരം അഞ്ജനം നമ്മൾ കണ്ണിൽ എഴുതിയാൽ ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന നിധിയൊക്കെ കാണാൻ പറ്റും. മണ്ണൊന്നും മാറ്റണ്ട, മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധികൾ നമുക്ക് ദൃശ്യമാകും. അങ്ങനെയുള്ള കൺമഷിയുണ്ട്. അപ്പൊ ഈ കൺമഷിയിൽ 3 തരത്തിലുള്ള കൺമഷിയുണ്ട് എന്നാണ്. പാതാളാഞ്ജനം, ഭൂതാഞ്ജനം, ചോരാഞ്ജനം. അഞ്ജനം എന്ന് പറഞ്ഞാൽ കൺമഷിയാണ്. ആ അഞ്ജനം കൊണ്ട് എന്ത് പ്രയോജനമാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ചാണ് ഈ 3 തരത്തിലുള്ള തരംതിരിവ്. നോക്കാം. പാതാളാഞ്ജനം, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്ന നിധിയെ കാണിച്ചു തരുന്ന ഒരു തരം ഈ മന്ത്രങ്ങളൊക്കെ മന്ത്രപൂർവമായിട്ടൊക്കെ അത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കൺമഷിയാണ്. അതാണ് പാതാളാഞ്ജനം എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ കിടക്കുന്ന നിധി തുടങ്ങിയ അമൂല്യ വസ്തുക്കളെ കാണിച്ചു തരുന്ന അഞ്ജനം. ഇനി രണ്ടാമത്തെ അഞ്ജനം ഭൂതാഞ്ജനം എന്നാണ്. ഭൂതാഞ്ജനം എന്ന് പറഞ്ഞാൽ ഒരാളില് ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തി ആവേശിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. പ്രേതബാധ, ഭൂതബാധ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ ഭൂതപ്രേതാദി ദുഷ്ടശക്തികൾ ഒരാളെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയിച്ചു തരുന്ന ഒരു അഞ്ജനമാണ് ഭൂതാഞ്ജനം. ആ അഞ്ജനം കണ്ണിൽ എഴുതിയിട്ട് നോക്കിയാൽ അയാളിൽ ആവേശിച്ചിരിക്കുന്ന ദുഷ്ടശക്തിയെ കാണാൻ പറ്റും എന്നാണ്. ആ ഭൂതമോ പ്രേതമോ ആ ബാധയെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റും. അതാണ് ഭൂതാഞ്ജനം. ഇനി മൂന്നാമതൊരു അഞ്ജനമുണ്ട്, ചോരാഞ്ജനം. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ. ചോരാഞ്ജനം എന്ന് പറഞ്ഞാൽ കളവ് പോയ സാധനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു തരം അഞ്ജനം. പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. ഈ വെറ്റിലയുടെ പുറകിൽ മഷി ഇങ്ങനെ, അതായത് ഒരുതരം കരി, കൺമഷി പോലെയുള്ള ആ ദ്രവ്യം വെറ്റില എടുത്തിട്ട് വെറ്റിലയുടെ പുറകിൽ ഇങ്ങനെ തേച്ചിട്ട് അതിൽ നോക്കിയാൽ നഷ്ടപ്പെട്ടു പോയ വസ്തു എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാൻ പറ്റും. അത് ആരുടെ കയ്യിലാണ്, ഏത് വീട്ടിലാണ്. ചിലർ പറയുന്നത് ഒരു വീട്ടിൽ കളവ് പോയാൽ അത് എടുത്തയാൾ ആരാണ്, അയാൾ ആ സമയത്ത് എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഈ മൊബൈലിലൊക്കെ പകർത്തുന്നില്ലേ, ആ പകർത്തിയാൽ എങ്ങനെയോ അതുപോലെ ആ ദൃശ്യം ആ വെറ്റിലയുടെ പുറകിൽ കാണാൻ പറ്റുന്നു. സിദ്ധികളാണ്. അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള സിദ്ധന്മാർ ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ആധുനിക സമൂഹം ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു 50 100 കൊല്ലങ്ങൾക്ക് മുമ്പ് TV, റേഡിയോ പിന്നെയും ഉണ്ടാവും, TV, കമ്പ്യൂട്ടർ, മൊബൈൽ, ഇതൊക്കെ അന്നൊരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതി പിടിപ്പിച്ചാൽ അന്നത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുമായിരുന്നോ? ഒരിക്കലും വിശ്വസിക്കില്ല. അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ പിന്നെ അതിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുകയാണ്. ഇതുപോലെ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വാസം എപ്പോഴാ? പ്രത്യക്ഷമല്ലാത്ത എന്ന് പറഞ്ഞാൽ പരോക്ഷമായ കാര്യങ്ങളിലാണ് നമുക്ക് വിശ്വാസമോ അവിശ്വാസമോ. പ്രത്യക്ഷമായതിൽ വിശ്വാസവുമില്ല അവിശ്വാസവുമില്ല, അനുഭവമാണ് അവിടെ. നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണ്. എന്തുകൊണ്ട്? ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ. മറ്റു ചിലർ അവിശ്വാസികളാണ്, അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. 2 കൂട്ടരും ഏതാണ്ട് ഒരേ തോണിയിലാണ്, വ്യത്യാസമില്ല. കാരണം ഈ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ എന്താ വ്യത്യാസം? പരോക്ഷമായ ഒന്നിനെ ഒരാൾ വിശ്വസിക്കുന്നു, പരോക്ഷമായ അതേ കാര്യത്തിനെ വേറൊരാൾ അവിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ, ആ വസ്തുക്കളുടെ അനുഭവത്തിന്റെ കാര്യത്തിൽ വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ പ്രശ്നം ഉണ്ടോ? ഇല്ല. നേരിട്ട് കാണുകയല്ലേ. അത് കാണുന്നത് കൊണ്ട്, അനുഭവിക്കുന്നത് കൊണ്ട് അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അവിശ്വാസം ഉണ്ടാകാൻ സാധ്യമേ അല്ല, കാരണം അനുഭവമാണ്. അപ്പൊ ഈ ഈശ്വര വിശ്വാസത്തിൽ നിന്നും ഈശ്വര അനുഭവത്തിലേക്ക് ഉയരണം. അതാണ് വേണ്ടത്. ഈശ്വരാനുഭൂതി നേടിയ ഒരാൾക്ക് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നു. അപ്പൊ അവിടെ വിശ്വാസമല്ല, അനുഭവമാണ്. അപ്പൊ ഇങ്ങനെ 3 തരം അഞ്ജനമുണ്ട് എന്നാണ്. ഈ അഞ്ജനം കണ്ണിൽ എഴുതിയവർക്ക്, അഞ്ജന കണ്ണാളർക്ക് അരുനിധിയം തോன்றுവ പോൽ
അപൂർവനിധി. അരുനിധി എന്ന് പറഞ്ഞാൽ അപൂർവമായ, സാധാരണക്കാർക്ക് ലഭ്യമല്ലാത്ത വളരെ വിലപിടിപ്പുള്ള ഒരു നിധി കണ്ണിൽ അഞ്ജനം എഴുതിയ ഒരാൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെ നഞ്ചലകൈ മാറ്റിനതിൽ, മാറ്റിൻ അതിൽ, നഞ്ചലകൈ. നഞ്ച് എന്ന് പറഞ്ഞാൽ വിഷം. മലയാളത്തിൽ അങ്ങനെ തന്നെ നഞ്ച്. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. വിഷം വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള കാശ് പോലും കയ്യിലില്ല എന്നാണ്. നഞ്ച് വിഷത്തിന്റെ സ്വാധീനം, അലകൈ ബാധയുടെ സ്വാധീനം. ഭൂതം പ്രേതം ഇതൊക്കെ ബാധിക്കുമല്ലോ. ഇങ്ങനെ വിഷത്തിന്റെ സ്വാധീനവും ബാധകളുടെ സ്വാധീനവും ഒക്കെ മാറ്റിയാൽ, ഒരാൾ വിഷം കഴിച്ചു, വേറൊരാൾ ആ വിഷത്തിന് പ്രതിവിഷം കൊടുത്തു, ആ വിഷത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കി. അതുപോലെ ഒരാളെ ഏതോ ഒരു ദുഷ്ടശക്തി ബാധിച്ചിരുന്നു, ഒരു മന്ത്രവാദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിദ്ധപുരുഷനോ ആ ബാധയെ വിരട്ടി ഓടിച്ചു, അയാളെ ആ ബാധയിൽ നിന്ന് മുക്തനാക്കി. ഈ രണ്ടു കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ വിഷത്തിന്റെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെട്ടവനും ഭൂതപ്രേത ബാധയിൽ നിന്ന് രക്ഷപ്പെട്ടവനും ആദ്യം തോന്നുന്നത് എന്തെന്നറിയാമോ? ഉള്ളിൽ തോന്നുന്ന വികാരം നാണം, ലജ്ജ. കാരണം ചെയ്യാത്തത് ചെയ്തു, വിഷം കുടിച്ചു, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതിൽ നിന്നും ഒരാളെ രക്ഷിക്കുമ്പോൾ അയാൾക്ക് തന്നെ തന്നോടൊരു അവജ്ഞ തോന്നും, അല്ലെങ്കിൽ ഒരു ലജ്ജ, നാണം തോന്നും. ഞാനിത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന്. അതുപോലെ തലയ്ക്ക് അസുഖമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഭൂതപ്രേത ബാധയൊക്കെ ഏറ്റ ഒരാളുടെ അതിൽ നിന്ന് അയാളെ മുക്തനാക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും എന്തോ ഒന്ന് തന്നെ ബാധിച്ചിരുന്നു, ഇപ്പോൾ അത് തന്നിൽ നിന്ന് അകന്നുപോയി. അയാൾക്കും ഉള്ളിലൊരു ജാള്യത, ഒരു നാണം തോന്നും. ഇങ്ങനെയാണ്. അപ്പോ നഞ്ചലകൈ മാറ്റിൻ അതിൽ നാണുവർ പോൽ, അതിൽ നാണിക്കുന്നവരെ പോലെ എന്ന് പറഞ്ഞാൽ ആ വിഷ സ്വാധീനത്തിൽ നിന്നും അതുപോലെ ആ ഭൂതപ്രേത ബാധയിൽ നിന്നും പുറത്തു വന്നവർ, മോചിതരായവർ നാണിക്കുന്നത് പോലെ വെഞ്ചാപ വീട് പോറ്റോൻറ്റും. വെഞ്ചാപം എന്ന് പറഞ്ഞാൽ കടുത്ത ശാപം, വലിയ ശാപമേറ്റ ഒരാൾ അതിൽ നിന്ന് മുക്തനായാൽ എത്ര കണ്ട് സന്തോഷിക്കുമോ. എന്താണ് ഈ ജീവന്മാരെ പിടിച്ചിട്ടുള്ള ശാപം എന്ന് പറഞ്ഞാൽ? അജ്ഞാനം. സത്യം എന്തെന്നറിയാതെ ഇങ്ങനെ ജീവിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. അപ്പൊ ആ ശാപബാധയിൽ നിന്ന് മുക്തമാക്കപ്പെട്ടവനെ പോലെ വെഞ്ചാപ വീട് പോൽ. വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന വീടല്ല, വിടുതൽ, മോചനം. ശാപത്തിൽ നിന്ന് മുക്തമായ ഒരാൾ. ഒരു മഹർഷി ഒരാളെ ശപിച്ചു. ഇപ്പൊ ഗൗതമ മഹർഷി അഹല്യയെ ശപിച്ചു, സ്വന്തം പത്നിയാണ് ശപിച്ചു. ആ അഹല്യയ്ക്ക് മോക്ഷം നൽകിയതാണല്ലോ ശ്രീരാമൻ. അപ്പോൾ ആ ശാപത്തിൽ നിന്ന് മുക്തനാക്കപ്പെട്ട ഒരാൾക്ക് എത്ര സന്തോഷമായിരിക്കും. കാരണം അതൊരു പരമ ദുഃഖമോ ദുരിതമോ ആണ് ഈ ശാപത്തിൽ കഴിയുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നും മോചിതനായ ഒരാളെ പോലെ തോன்றுം ഈ സത്യസാക്ഷാത്കാരം ശാപമോചനമാണ്. അജ്ഞാനമാകുന്ന ശാപത്തിൽ നിന്നുള്ള ഒരു മുക്തിയോ മോചനമോ ആണ്. അരുൾമേലിട്ടാൽ, അരുൾമേലിട്ട് എന്ന് പറഞ്ഞാൽ അതിരേകം, അരുൾ എന്ന് പറഞ്ഞാൽ കൃപ, അരുൾമേലിട്ടാൽ എന്ന് പറഞ്ഞാൽ കൃപാതിരേകം കൊണ്ട്, അളവ് കടന്ന കൃപാവിശേഷം കൊണ്ട്, ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ഈ ആത്മജ്ഞാനം സിദ്ധിക്കുന്നത്. ആ ആത്മജ്ഞാനം കൊണ്ട് വിപ്പിരട്ടാം ഓടയിൻ മണ്ടൂകമപ്പോർക്ക്. വിപ്പിരട്ടാം എന്ന് പറഞ്ഞാൽ വിപ്പിരട്ട് ആം. വിപ്പിരട്ട് എന്ന് പറഞ്ഞാൽ വിഭ്രഷ്ടം, നേരത്തെ പറഞ്ഞല്ലോ. ജ്ഞാനിയുടെ കർമ്മങ്ങൾ കാപട്യം കലർന്നതായി മറ്റുള്ളവർക്ക് തോന്നും. അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ എന്തോ ചില കൃത്രിമത്വമുണ്ട്, ആർട്ടിഫിഷ്യാലിറ്റി. അതായത് അയാൾ നേരെയല്ല ചെയ്യുന്നത്, അയാൾ എന്തോ അഭിനയിക്കുകയാണ് എന്നൊക്കെ അജ്ഞാനികൾക്ക് തോന്നുന്നതാണ്. വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ, ഈ ജ്ഞാനികളുടെ ഉള്ളിൽ കാപട്യത്തിന്റെ കണിക പോലുമില്ല. വിപ്പിരട്ട് ആം, ജ്ഞാനിയുടെ കർമ്മങ്ങൾ കാപട്യം കലർന്നതായി തോന്നും. ആർക്ക്? ഓടയിൻ മണ്ടൂകമൊപ്പോർക്ക്. ഓടൈ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നതാണല്ലോ ഓട, അല്ലെങ്കിൽ ചെറിയ നദി, തോട്, ചാല് എന്നൊക്കെ പറയുമല്ലോ.
ഇവിടെയാണല്ലോ സാധാരണ മണ്ടൂകങ്ങൾ, തവളകൾ വസിക്കാറുള്ളത്. കൂപമണ്ടൂകം നമ്മൾ പറയില്ലേ, അത് കിണറ്റിലെ തവള എന്നാണ് അർത്ഥം. ഇവിടെ അഴുക്കുചാലിൽ അല്ലെങ്കിൽ ഓടയിൽ കഴിയുന്ന മണ്ടൂകങ്ങളെ പോലെ ഒന്നും അറിഞ്ഞുകൂടാത്ത അജ്ഞാനികളാണ് ഈ ജ്ഞാനികളെ വിഭ്രഷ്ടന്മാർ എന്ന് വിചാരിക്കുന്നത്. അവരുടെ വിചാരത്തിൽ ഒരു കഴമ്പുമില്ല. ജ്ഞാനിയെ വിലയിരുത്താൻ അവർക്ക് ഒരവകാശവുമില്ല. അവരുടെ അല്പമായ ബുദ്ധി കൊണ്ട്, അജ്ഞാനം കലർന്ന ബുദ്ധി കൊണ്ട് അവർ ജ്ഞാനിയെയും ജ്ഞാനിയുടെ കർമ്മങ്ങളെയും തെറ്റായി വിലയിരുത്തുന്നു. അവർ ഈ ചാലിലും ഓടയിലും ഒക്കെ വസിക്കുന്ന തവളകളെ പോലെയാണ്. അല്പന്മാർ, ബുദ്ധിശൂന്യർ. അതിൻ്റെ അർത്ഥം ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. അവരവരെ പോലിരുപ്പർ താം അവരാകാർ പോൽ ഇവരവർ കൊപ്പില്ലൈ എനിനും ഊമൈ ചൊലിൻ വേശി പണം വയ്യോൻ വീണൈ വെളി വിശിറി ആശിയർ പോൽ എങ്കിലും അവർ അവരെ പോലിരുപ്പർ. അവരെ പോലെ ഇരിക്കും. ആരെ പോലെ ഇരിക്കുമെന്ന്? ജ്ഞാനികൾ ജ്ഞാനികളെ പോലെ ഇരിക്കുമെന്ന്. അല്ല, എങ്ങനെ ഇരിക്കും? അത് പറയാൻ പറ്റില്ല. ജ്ഞാനികൾ ജ്ഞാനികളെ പോലെ ഇരിക്കും. അപ്പൊ അജ്ഞാനികൾ എങ്ങനെ ഇരിക്കും എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങളെ പോലെ ഇരിക്കും. അത് പറയാൻ നമുക്ക്. കാരണം അജ്ഞാനിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അജ്ഞാനികൾ ആരെ പോലെ ഇരിക്കും? നിങ്ങളെ പോലെ ഇരിക്കും. ജ്ഞാനികൾ ആരെ പോലെ ഇരിക്കും? അവരെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെ പോലെ ഇരിക്കും. അത് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അവരവരെ പോലിരുപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താ? ലൗകികരായ കുടുംബത്തിൽ തന്നെ കഴിയുന്ന ജ്ഞാനികളുടെ കാര്യമാണ്. സന്യാസം സ്വീകരിച്ച് വീട് വിട്ടിറങ്ങിയവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഗൃഹസ്ഥനായ ഒരു ജ്ഞാനി ആത്മജ്ഞാനത്തിലൂടെ പ്രപഞ്ചത്തെ ത്യജിച്ചവനെ പോലെ കാണപ്പെടും. ഉള്ളിൽ നിസ്സംഗതയുള്ളത് കൊണ്ട്, ത്യാഗബുദ്ധി ഉള്ളത് കൊണ്ട് പ്രപഞ്ചത്തെ ത്യജിച്ചവരെ പോലെ കാണപ്പെടും. ഒന്നിലും അവർക്ക് മനസ്സുകൊണ്ടൊരു ഒട്ടലില്ല. എന്നാൽ ബാഹ്യവ്യവഹാരത്തിൽ വ്യത്യസ്തനുമായിരിക്കും. അവരുടെ കർമ്മം കണ്ടാൽ ഇവരും സാധാരണക്കാരെ പോലെ തന്നെ അല്ലേ എന്ന് അജ്ഞാനികൾക്ക് തോന്നും. അജ്ഞാനികൾക്ക് അവരെ കണ്ടാൽ തന്നെ പോലെ ഒരു അജ്ഞാനിയാണ് ഇദ്ദേഹവും എന്ന് തോന്നും. പക്ഷേ ജ്ഞാനി ഉള്ളുകൊണ്ട് അജ്ഞാനിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. അജ്ഞാനിക്ക് എല്ലാറ്റിനോടും ഒട്ടലാണ്, സംഘമാണ്. ജ്ഞാനിക്ക് ഉള്ളിൽ ഒന്നിനോടും സംഘമില്ല. അവരവരെ പോലിരിപ്പർ താം അവരാകാർ പോൽ. ഇവർ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാരായ ജ്ഞാനികൾ സാധാരണ ഗൃഹസ്ഥന്മാരെ പോലെ അല്ല. ഇവരാകാർ പോൽ. അവർ ഇവരെ പോലെയല്ല. ഇവർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കഴിയുന്ന അജ്ഞാനികൾ. അവർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കഴിയുന്ന ജ്ഞാനികൾ. കുടുംബത്തിൽ കഴിയുന്ന ജ്ഞാനികൾ കുടുംബത്തിൽ കഴിയുന്ന അജ്ഞാനികളെ പോലെയല്ല. അവർ കുടുംബത്തിൽ കഴിഞ്ഞാലും അവർ തികച്ചും വ്യത്യസ്തരാണ്. ഇവരവർക്കൊപ്പില്ലൈ. ഇവർ അവർക്ക് തുല്യമല്ല. ഇവർ എന്ന് പറഞ്ഞാൽ അജ്ഞാനികളായ ഗൃഹസ്ഥർ. അവർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കഴിയുന്ന ജ്ഞാനികൾ. ഇവർ അവർക്ക് തുല്യമല്ല. ഇവർ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ മനസ്സിലായിക്കൊള്ളണം. ഇവർ എന്ന് പറഞ്ഞാൽ അജ്ഞാനികളായ ഗൃഹസ്ഥന്മാർ. അവരുടെ സംഖ്യയാണല്ലോ കൂടുതൽ. എന്നും അങ്ങനെയാണ്. അജ്ഞാനികളുടെ എണ്ണമാണ് കൂടുതൽ. അവർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഭിന്നരായവർ, വ്യത്യസ്തരായവർ. അതുകൊണ്ട് അവരെ ഈ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ അവർ എന്നാണ് പറയുന്നത്. ജ്ഞാനികളെ, ഗൃഹസ്ഥന്മാരായ ജ്ഞാനികളെ. ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന പദം എന്താ? തത്, അത് എന്നാണ്. അത് എന്ന് പറഞ്ഞാൽ അങ്ങ് അകലെയുള്ളത് എന്നല്ല അർത്ഥം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അന്തരാത്മാവായി പ്രകാശിക്കുന്ന ഞാൻ ഉണ്ട് 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 എന്ന് സദാ അനുഭവത്തെ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ്. അപ്പൊ അത് ഒരിക്കലും അകലെയല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഉപനിഷത്ത് അതിനെ അത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, തൽക്കാലം അത് നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഇല്ലല്ലോ. നമുക്ക് അജ്ഞാതമായ ഒന്നാണല്ലോ ഈ ആത്മാവ്. ഇപ്പോഴും അജ്ഞാതമായത്, കണ്ണിന് കാണാൻ പറ്റാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകാത്തത്, മനോബുദ്ധികൾക്ക് അതീതമായത്, അതിനെ അതെന്ന് പറയുന്നതല്ലേ കൂടുതൽ ഉചിതം. അതുകൊണ്ട് അത് എന്ന് പറഞ്ഞു.
വാസ്തവത്തിൽ അതല്ല, അത് ഇതാണ്, ഇതുമല്ല, ഇവനാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നർത്ഥം. ആ ആത്മാവ് ഞാനാണ്. പക്ഷെ തൽക്കാലം ആ അറിവൊന്നുമില്ലാത്തത് കൊണ്ട് അതിനെ അത് എന്ന് അകലത്തുള്ള ഒരു വസ്തു എന്ന പോലെ ഋഷികൾ പറഞ്ഞു വച്ചു. ഇവരവർക്കൊപ്പില്ലേ എനിനും. ഈ ഗൃഹസ്ഥരായ ജ്ഞാനികൾ അജ്ഞാനികൾ ഗൃഹസ്ഥരായ ജ്ഞാനികൾക്ക് തുല്യമല്ല. ഇവർ രണ്ടുപേരും തികച്ചും വിഭിന്നരാണ്. എനിനും, എന്നിരുന്നാലും ഉപമൈശ്വലിൻ, എന്തെങ്കിലും ഒരു ഉപമ പറഞ്ഞൂടെ? ശരി, ഈ അജ്ഞാനികളും ജ്ഞാനികളും ഒരുപോലെയല്ല. അപ്പൊ ഈ ജ്ഞാനികളുടെ മഹത്വത്തെ ഏതെങ്കിലും ഉദാഹരണങ്ങളിലൂടെ, ഉപമകളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നൂടെ എന്ന് ചോദിച്ചാൽ പറയാം. ഉപമകളിലൂടെ ഈ ജ്ഞാനിക്ക് അജ്ഞാനികളിൽ നിന്ന് എന്ത് വ്യത്യസ്തതകളാണ്, ഏതെല്ലാം വ്യത്യസ്തതകളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഉപമൈശ്വലിൻ, ഉപമ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഈ ജ്ഞാനികളെ ഉപമിക്കാൻ, ജ്ഞാനികളുടെ മഹത്വം മനസ്സിലാക്കി തരാൻ പറയുന്ന ഉദ്ധരിക്കുന്ന ഉപമകൾ 7 ഉപമകളാണ്. വേശി, പണം, വയ്യോൻ, വീണൈ, വെളി, വിശിറി, ആശിയർ പോലെങ്കിലും ആവർ. ഓരോന്നായിട്ട് നോക്കാം. എന്തുകൊണ്ട് ആ ഉപമയെ കൊണ്ടുവരുന്നു, അത് എങ്ങനെ ജ്ഞാനിയുടെ സ്വഭാവത്തിന് യോജിക്കും എന്നും കൂടെ പറഞ്ഞാലേ ആ ഉപമയിലുള്ള സ്വാരസ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ഉപമ വേശി. വേശി എന്ന് തമിഴിൽ പറഞ്ഞാൽ മലയാളത്തിലെ വേശ്യ. ഈ ജ്ഞാനിയെ വേശ്യ എന്ന് വിളിക്കാമോ? ഇതാണ് നമ്മുടെ സംശയം. വേശ്യ എന്ന് പറഞ്ഞാൽ ദുരാചാരിണി, അഭിസാരിക. അപ്പൊ അതുപോലെ ദുരാചാരിയാണോ ഈ ജ്ഞാനി എന്ന് പറഞ്ഞാൽ അല്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിന് അനുയോജ്യമായ ഉപമകൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ജ്ഞാനിയെ വേശ്യയോട് ഉപമിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ അപാകതയൊന്നും തോന്നില്ല. നമ്മളും അതിനെ അഭിനന്ദിക്കും. എന്തുകൊണ്ടാണ് ജ്ഞാനിയെ വേശ്യയോട് ഉപമിക്കുന്നത്? വേശ്യയുടെ സ്വഭാവം എന്താ? വേശ്യ തന്നെ സമീപിക്കുന്ന പുരുഷന്മാരോട് സ്നേഹം പ്രകടിപ്പിക്കും. വളരെ ഇഷ്ടത്തോടു കൂടിയൊക്കെ പെരുമാറും. ഒരു ഭാര്യ എങ്ങനെ പെരുമാറുമോ അതുപോലെയൊക്കെ ഒരു വേശ്യ പെരുമാറിയെന്നിരിക്കും. പക്ഷേ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം വേശ്യയ്ക്ക് ഈ പുരുഷന്മാരോടുണ്ടോ? ഇല്ല. പക്ഷെ ബാഹ്യമായ പ്രവൃത്തികൾ ആ ഭാര്യ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും. വേശ്യ തന്നെ സമീപിക്കുന്ന പുരുഷന്മാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ കാണപ്പെട്ടാലും അവർക്ക് ആ പുരുഷന്മാരെ ഇഷ്ടമല്ല, അവരുടെ കയ്യിലുള്ള ധനത്തോടാണ് ഇഷ്ടം. പൈസയിലാണ് അവരുടെ കണ്ണ്. പൈസയ്ക്ക് വേണ്ടിയാണല്ലോ അവർ ഈ തൊഴിൽ കൊണ്ടു നടക്കുന്നത്. ഇതുപോലെ, അതായത് പുരുഷന്മാരോട് സ്നേഹം നടിച്ചാലും യഥാർത്ഥത്തിൽ അവർക്ക് ഈ പുരുഷന്മാരോട് ഇഷ്ടമൊന്നുമില്ല. അവരുടെ പണത്തിലാണ് അവരുടെ കണ്ണ്, താത്പര്യം. ഇതുപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന ഒരു ജ്ഞാനി കുടുംബകാര്യങ്ങളിൽ ആസക്തി ഉള്ളതുപോലെ കാണപ്പെടും. എല്ലാം ചെയ്യും. വീട്ടുകാര്യങ്ങളൊക്കെ ഒരു സാധാരണ ഗൃഹസ്ഥൻ എങ്ങനെ ചെയ്യുമോ അതിനെ പോലെയോ അതിനേക്കാൾ ഭംഗിയായോ അദ്ദേഹം കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ ഉള്ളിൽ സംഘമില്ല. നമുക്ക് തോന്നുന്ന ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ എന്താണെന്ന് അറിയാമോ? സംഘമില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? എൻ്റെ എന്നുള്ള വിചാരമില്ലാതെ എനിക്ക് എൻ്റെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ കഴിയുമോ? ഇതാണ് പലർക്കും ഉള്ള സംശയം. വീട്ടുകാര്യങ്ങൾ നോക്കാൻ എൻ്റെ എന്നുള്ള ഭാവത്തിന്റെ ആവശ്യകതയില്ല. സംഘം മനസ്ഥലത്തിലാണ്, കർമ്മങ്ങൾ പുറത്താണ്, വസ്തുക്കൾ വ്യക്തികളുമായിട്ടുള്ള വ്യവഹാരം ബാഹ്യതലത്തിലാണ്, നിസ്സംഗത മനസ്ഥലത്തിലോ ബുദ്ധിതലത്തിലോ ആണ്. അപ്പോ ഇവ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. നിസ്സംഗമായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കർമ്മം ചെയ്യാം. കർമ്മം ചെയ്യാൻ സംഘം കൂടിയേ തീരൂ. മനസ്സിലുള്ള ഒട്ടലുണ്ടെങ്കിലേ ഈ കർമ്മം ശോഭനമാകൂ എന്ന് വിചാരിക്കുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്. നിസ്സംഗത ശീലിച്ച് കുറച്ചു കാലം ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കൂ, ഒരു പ്രയാസവും ഇല്ല എന്ന് മനസ്സിലാവും. പണ്ടത്തെക്കാളും ഭംഗിയായി കർമ്മം ചെയ്യാൻ പറ്റും. കാരണം ടെൻഷൻ ഇല്ല, ഫലേച്ഛയില്ല, മമതയില്ല, ഒരു തരത്തിലുള്ള ഒട്ടലും ഇല്ല.
ഈ നിസ്സംഗരായവരാണ് ഗംഭീരമായ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഗൃഹസ്ഥന്മാർ നല്ലതുപോലെ മനസ്സിലാക്കണം. നല്ലതുപോലെ സംഘമാണ് കർമ്മത്തെ താറുമാറാക്കുന്നത്. കർമ്മത്തെ നശിപ്പിക്കുന്ന ഘടകം ഫലാസക്തിയും മമതയും. ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യും, ഞാനല്ലാതെ ഇവർക്ക് ആർക്കുണ്ട്? ഓഹോ, അപ്പൊ താനല്ലാതെ ഇവർക്ക് ആർക്കുമില്ല, തനിക്കാരുണ്ട്? എനിക്ക് ഭഗവാനുണ്ട്. തനിക്ക് ഭഗവാനുണ്ടെങ്കിൽ ഇവർക്കും ഇല്ലേ? പിന്നെ ഇവരുടെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് എന്തിനാ? അഹങ്കാരം. അഹങ്കാരം ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഒരു മഹാശക്തിയുണ്ട്. അതിനെയാണ് നമ്മൾ ഈശ്വരൻ, ഭഗവാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്നിരിക്കെ ഒരു കൊച്ചു കുടുംബത്തിന്റെ ഭാരം ഞാൻ എൻ്റെ തലയിൽ വലിച്ചു കയറ്റണോ? ആലോചിക്കണം മനുഷ്യൻ. എന്നിട്ട് കഷ്ടപ്പെടുന്നു. ഭാരം തലയിൽ വലിച്ചു കയറ്റുന്നവൻ എന്തായാലും കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് ആ ഭാരം ഇറക്കി വെക്കൂ, തലയിൽ നിന്നല്ല മനസ്സിൽ നിന്ന്. ഇതൊക്കെ ഒരു ജഗതീശ്വരന്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചം തന്നെ, നമ്മുടെ കുടുംബമല്ല, പ്രപഞ്ചം, ബ്രഹ്മാണ്ടം ഒരു ഈശ്വരേച്ഛയ്ക്ക് വിധേയമായിട്ടാണ് ചലിക്കുന്നത്. ഇവിടെ ഈ ഞാനിനും എൻ്റെ എന്നുള്ള ഭാവത്തിനും എന്ത് പ്രസക്തി? ആലോചിച്ച ഒന്നുമില്ല. എന്നാലും മനുഷ്യൻ വെറുതെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ. അവസാനം എന്താ? ദുഃഖം. സംഘമുള്ളവൻ ദുഃഖിച്ചേ മതിയാവും. അപ്പൊ ഈ ഒരു വേശ്യയെ പോലെ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന ഒരു ജ്ഞാനി സക്തനെന്ന പോലെ കാണപ്പെട്ടാലും അയാൾക്ക് കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ ആസക്തി ഉണ്ടെന്ന് തോന്നിയാലും ജ്ഞാനിയുടെ ശ്രദ്ധ അയാളുടെ ആത്മജ്ഞാനമാകുന്ന ധനത്തിലാണ്. അയാൾ എപ്പോഴും ഈ ആത്മജ്ഞാനം എന്നുള്ള ധനത്തിൽ ദൃഷ്ടി പതിപ്പിച്ചവനായിരിക്കും. ഏതുപോലെ? വേശ്യയെ പോലെ. കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പുറത്തുനിന്ന് തനിക്കൊന്നും കിട്ടാനില്ല. തൻ്റെ ധനം ഉള്ളിലാണ്. ആത്മധനമാണ് തനിക്ക് സ്വന്തമായിട്ടുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പുറമേയുള്ള ധനങ്ങളെല്ലാം നിസ്സാരം, ഒരു പ്രയോജനവുമില്ല. കാരണം പുറമേയുള്ള ധനം കൊണ്ട് ശാശ്വതമായ സുഖമോ ശാന്തിയോ മനുഷ്യന് കിട്ടില്ല. സമ്പന്നന്മാരാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. ദരിദ്രൻ 3 നേരം കഞ്ഞിയും കുടിച്ചിട്ട് അവന്റെ ചെറ്റക്കുടലിൽ തറയോ അല്ലെങ്കിൽ ഒരു കീറപ്പായിലോ സുഖമായിട്ട് കിടന്നുറങ്ങും. ഉറക്കം വരാതെ വിഷമിക്കുന്നത് മുഴുവൻ ഈ സമ്പന്നനാണ്. AC ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, ബഹുനില കെട്ടിടത്തിലാണ് താമസം. കാര്യമില്ലല്ലോ. സ്വസ്ഥത, ശാന്തി, സുഖം മനസ്സ് രചിക്കുന്നതാണ്. പുറമേയുള്ള ജഡപദാർത്ഥങ്ങൾക്ക് ഇവയൊന്നും നൽകാനുള്ള കഴിവില്ല. പക്ഷേ മനുഷ്യന്റെ മോഹം കാരണമായി പലതിനെയും സ്വന്തമാക്കി സുഖിക്കാം എന്ന് കരുതുന്നു. അത് അവർക്ക് പറ്റിയ അബദ്ധമാണ്. അതുകൊണ്ടാണ് ജ്ഞാനിയെ വേശ്യയോട് ഉപമിച്ചത്. രണ്ടാമത്തത് എന്താ? പണം. ജ്ഞാനിയെ പണത്തോടാണ് ഉപമിക്കുന്നത്. എന്തിനങ്ങനെ ഉപമിച്ചു? പണത്തെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പണത്തെ കൈകാര്യം ചെയ്യുന്നവർ, അവർക്ക് പണത്തോട് വലിയ താല്പര്യമാണ്. പക്ഷേ ഇവർ ആഗ്രഹിക്കുന്ന പണത്തിന് ഇവരോട് താല്പര്യമോ ഇഷ്ടമോ ഉണ്ടോ? എനിക്ക് ധനത്തോട് ഒരു മോഹമുണ്ട്, ധനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ ധനം തിരിച്ച് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെടുമായിരുന്നെങ്കിൽ ആ ധനം എൻ്റെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കൈകളിലേക്ക് പോകുമോ? പോവില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ആ പണത്തിന്, ആ പണം ആരുടെ കൈവശമാണോ ഉള്ളത് ആ വ്യക്തികളോട്, ഉടമസ്ഥനോട് പണത്തിന് ലവലേശം സംഘമോ ഇഷ്ടമോ ഇല്ല. വ്യക്തിക്കാണ് പണത്തിനോട് ഇഷ്ടം. ഇതുപോലെ ജ്ഞാനിക്ക് തന്നിൽ ആസക്തരായിരിക്കുന്ന ഭാര്യാപുത്രാദികളിൽ പ്രതിപത്തിയൊന്നുമില്ല. അതാണ് ഗൃഹസ്ഥാശ്രമിയായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് സംഘമില്ല എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇദ്ദേഹത്തോട് വലിയ സ്നേഹമായിരിക്കും. ഏതുപോലെ? ഒരു മനുഷ്യന് ധനത്തോട് വലിയ ആഗ്രഹം തോന്നുന്നത് പോലെ. പക്ഷെ ധനത്തിന് തിരിച്ചങ്ങനെ ഒരു വിചാരമില്ലല്ലോ, ഒരു ഇഷ്ടമില്ലല്ലോ. ഇതുപോലെ ഇരിക്കുന്നത് കൊണ്ട് ജ്ഞാനിയെ ആശ്രയിച്ചിരിക്കുന്ന ജ്ഞാനിയുടെ കുടുംബാംഗങ്ങൾക്ക് ജ്ഞാനിയിൽ ആസക്തി ഉണ്ടാവാം, പക്ഷെ ജ്ഞാനിക്ക് തിരിച്ചങ്ങോട്ടില്ല. അതുകൊണ്ട് ജ്ഞാനി പണത്തെ പോലെയാണ്. അപ്പോ ഒന്നാമത്തെ ഉദാഹരണം വേശ്യ, രണ്ടാമത്തെ ഉദാഹരണം പണം. ഇനി മൂന്നാമത്തെ ഉദാഹരണം വയ്യോൻ. വയ്യോൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. സൂര്യനെയാണ്
വയ്യോൻ എന്ന് പറയുന്നത്. ജ്ഞാനി സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? സൂര്യൻ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ്. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിലാണ് പ്രപഞ്ച കൃത്യങ്ങൾ സകലതും നടക്കുന്നത്. അതുകൊണ്ട് സൂര്യനൊരു പേരുണ്ട്, കർമ്മസാക്ഷി. വാസ്തവത്തിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷി നമ്മുടെ ഉള്ളിൽ സൂര്യനെ പോലെ പ്രകാശം ചൊരിയുന്ന നമ്മുടെ അന്തരാത്മാവാണ്. അതുകൊണ്ട് സൂര്യൻ എന്ന് എവിടെയൊക്കെ പുരാണങ്ങളിൽ സൂര്യൻ എന്ന വാക്ക് വരുന്നോ അവിടെയെല്ലാം ആത്മാവ് എന്നുള്ള അർത്ഥം സ്വീകരിക്കുന്നതാവും കൂടുതൽ ശരി. അല്ലാതെ പുറത്തുള്ള ഈ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനല്ല. സൂര്യൻ ആത്മാവിൻ്റെ പ്രതീകമാണ്. അപ്പൊ ഇവിടെ ജ്ഞാനിയെ വയ്യോൻ എന്ന് പറഞ്ഞത് അദ്ദേഹം എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നു, എന്നാൽ ആ കർമ്മങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നുമില്ല. സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ ഓരോരുത്തരും അവരവരുടെ വാസനകൾക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങളിൽ നല്ലതും ഉണ്ടാവാം, മോശപ്പെട്ടവയോ ഉണ്ടാവാം. അപ്പോൾ ആ സത്കർമ്മങ്ങളുടെ ഗുണഫലമോ ദുഷ്കർമ്മങ്ങളുടെ ദുഷ്ടഫലമോ സൂര്യനിൽ ചെന്ന് ചേരുന്നുണ്ടോ? ഇല്ല. കാരണം അത് ചെയ്യുന്നവനാണ്. ആരാണോ സത്കർമ്മമോ ദുഷ്കർമ്മമോ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നത്, ആ വ്യക്തിയിലായിരിക്കും ആ കർമ്മഫലങ്ങൾ വന്നണയുക. ഇതുപോലെ ജ്ഞാനി കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അത് പ്രകൃതിയുടെ അംശമാണ്. ആ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം, പ്രാണൻ ഇവയൊക്കെ വെച്ചുകൊണ്ടാണ് ജ്ഞാനി കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും താൻ സാക്ഷിയായ ആത്മാവാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ഉപകരണങ്ങൾ, ഈ ഉപാധികൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ജ്ഞാനിക്ക് കിട്ടുന്നില്ല. അയാൾ കർമ്മമുക്തനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പുണ്യപാപങ്ങൾ അയാളിൽ ഏശുന്നില്ല. അതുകൊണ്ടാണ് സൂര്യനോട് ഉപമിച്ചത്. ഇനി നാലാമത്തത് ഏതാ? വീണയുടെ സ്വഭാവം എന്താ? വീണ ഒരാൾ ആ വീണയെ എടുത്ത് മീട്ടുന്നത് വരെ, ആ തന്ത്രികൾ വായിക്കുന്നത് വരെ, അതിനെ ചലിപ്പിക്കുന്നത് വരെ അത് ജഡമാണല്ലോ. വീണ തനിയെ നാദം ഉതിർക്കില്ലല്ലോ. ഇല്ല. ആരെങ്കിലും അതിനെ പ്രേരിപ്പിച്ചാൽ, അതിനെ മീട്ടിയാൽ മാത്രമേ അതിൽ നിന്ന് നാദം പുറത്തു വരികയുള്ളൂ. ഇതുപോലെ അതാണ് ഒരു സ്വഭാവം വീണയുടെ. വീണ മീട്ടുന്നത് വരെ അത് ജഡമാണ്. രണ്ടാമത്തെ സ്വഭാവം, മീട്ടുന്ന വേളയിൽ മീട്ടുന്നവന്റെ ഭാവനയ്ക്കനുസരിച്ച് അത് നാദം പൊഴിക്കുന്നു. ഒരു വീണ വിദ്വാൻ ഏത് രാഗം വായിക്കണം എന്ന് ഉള്ളിൽ സങ്കല്പിക്കുന്നുവോ ആ രാഗം നാദമായി ആ വീണക്കമ്പികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അല്ലാതെ വീണയ്ക്ക് തനിക്ക് ഇന്ന രാഗം വായിക്കണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല. അത് വീണ വിദ്വാന്റെ മനസ്സിനനുസരിച്ചാണ്, അയാളുടെ ഭാവനയ്ക്കനുസരിച്ചാണ്. ഇതാണ് രണ്ടാമത്തെ സ്വഭാവം. ഈ രണ്ട് സ്വഭാവങ്ങൾ ജ്ഞാനിയിൽ കാണാം. വീണ മീട്ടുന്നത് വരെ അത് ജഡമാണ് എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ജ്ഞാനി സ്വയം ഒരു കർമ്മം തുടങ്ങി വെക്കില്ല. കൃഷ്ണൻ ഇതിനെ ഗീതയിൽ പറയുന്നത് സർവാരംഭ പരിത്യാഗി. അദ്ദേഹമായിട്ട് ഒരു കർമ്മം തുടങ്ങി വെക്കില്ല. ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യത്തിനോ ഗുണത്തിനോ വേണ്ടി അദ്ദേഹം കർമ്മം ചെയ്യും, അതും നിസ്സംഗമായി. അപ്പോ ജ്ഞാനിയെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അജ്ഞാനികളാണ്, ജ്ഞാനിയുടെ മനസ്സല്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള കർമ്മവാസനയും ഇല്ല. അതുകൊണ്ട് അദ്ദേഹമായിട്ട് ഒരു കർമ്മം തുടങ്ങി വെക്കില്ല. എങ്ങനെയാണോ വീണ തനിയെ നാദം പൊഴിക്കാത്തത്, ആരെങ്കിലും അതിനെ എടുത്ത് മീട്ടണം, എന്നാലേ അതിൽ നിന്ന് ശബ്ദം വരും. ഇതുപോലെയാണ് ജ്ഞാനി. ഇനി ഈ ജ്ഞാനി എന്താ ചെയ്യുന്നത്? വീണയെ പോലെയാണ്. വീണ വായിക്കുന്നവന്റെ ഉള്ളിൽ ഏത് രാഗമാണോ അയാൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ്, ആ രാഗമായിരിക്കും ഈ വീണക്കമ്പികളിൽ നിന്ന് പുറത്തു വരിക. ഇതുപോലെ ജ്ഞാനി സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കുന്നു. ജ്ഞാനി ദേഷ്യപ്പെടുവോ? ചിലപ്പോൾ ദേഷ്യപ്പെടും. സാധാരണ ഉള്ളിൽ ആഗ്രഹമുള്ളവനാണ് ദേഷ്യപ്പെടുക. ആ ആഗ്രഹം നടക്കാതെ വന്നാൽ ഈ കാമം തന്നെ ക്രോധമായി പുറത്തു വരും. പക്ഷെ ജ്ഞാനിയുടെ ദേഷ്യം ഉള്ളിൽ കാമം ഉള്ളത് കൊണ്ടല്ല. അദ്ദേഹം സന്ദർഭത്തിനനുസരിച്ച് കോപം അഭിനയിച്ചു എന്ന് വരാം.
എന്തിനാ അഭിനയിക്കുന്നത്? കോപിക്കാതിരുന്നൂടെ? അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കോപമില്ല. ഒരു നാടക നടൻ സ്റ്റേജിൽ വന്ന് പലരോടും കോപിക്കുന്നതായി അഭിനയിക്കുന്നില്ലേ? ആ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ മറ്റേ വ്യക്തിയോട് യഥാർത്ഥത്തിൽ ഉള്ളിൽ കോപമുണ്ടോ? ഇല്ല, അത് അഭിനയമാണ്. ഇതുപോലെ ജീവിതം ഒരു നാടകമാക്കി ജീവിക്കുന്നു. എന്തുകൊണ്ട്? ഇതിലെ കഴമ്പില്ല, ഇതിലെ വാസ്തവികതയൊന്നുമില്ല. ഇവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നിരത്തണ്ട. പുതിയതായിട്ടൊന്നും കിട്ടാനില്ല, ഉള്ളത് നഷ്ടപ്പെടാനും പോകുന്നില്ല. ഇനിയിപ്പോ എന്തിനാ ഒരു വിഷമം, പ്രയാസം, ഭയം? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കുന്നു. വ്യവഹാരങ്ങളിൽ സംശയമില്ലാതെ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് സംശയമോ ഒരു ഇതികർത്തവ്യത, മൂഢതയോ ഇല്ല. ഞാനിത് ചെയ്യണോ വേണ്ടയോ? ഇതൊക്കെ അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുക. അങ്ങനെയുള്ളവരാണ് 10 പേരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്, എന്റെ സ്ഥാനത്ത് നിങ്ങളായാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പം നിങ്ങളാണല്ലോ, പിന്നെ നിങ്ങളുടെ സ്ഥാനത്ത് അയാളായാൽ അയാൾ എന്ത് ചെയ്യുന്ന അയാളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥം? നിങ്ങളിപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ അയാൾ എത്തിയിട്ടില്ല, അയാളോടാണ് ഇയാൾ ചോദിക്കുന്നത്. എന്റേതുപോലുള്ള ഒരു പരിതസ്ഥിതിയിൽ നിങ്ങൾ അകപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ശരിയായ ഉത്തരം കിട്ടില്ല. നമ്മളാണ്, അയാളാണ്. അയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യാൻ തയ്യാറാവോ? ഇല്ല. നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പ്രവർത്തിക്കൂ. പക്ഷേ തീരുമാനമെടുക്കാൻ പറ്റാതെ വലയുന്ന മനസ്സ് ഇങ്ങനെ പലരോടും അഭിപ്രായം ചോദിച്ച് അവസാനം വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടായി അതിൽ ഏത് സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റാതെ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും. ഇതാണ് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം. തെളിച്ചം വേണം ബുദ്ധിയിൽ. ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്യണം? ഒരു വ്യക്തത ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. പലരും ഈ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ പതറിപ്പോകാൻ കാരണം സംഘമാണ്. പലതിനോടും മനസ്സ് ഒട്ടിപ്പോകുന്നു. അതുകൊണ്ട് വേണോ വേണ്ടയോ, ഇനി ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഭവിഷ്യത്ത് ദുർഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, വിപരീത ഫലങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ഓർത്തോർത്ത് വിഷമിക്കും. അങ്ങനെയുള്ളവനൊന്നും ചെയ്യില്ല. അവൻ ന്യായമായിട്ട് ചെയ്യേണ്ട കാര്യം പോലും അവന് ചെയ്യാൻ പറ്റാതെയായി തീരും ഈ സംഘം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നിസ്സംഗത ഏറ്റവും കൂടുതൽ വേണ്ടത് സന്യാസിക്കല്ല, ഗൃഹസ്ഥന്മാർക്കാണ്. ആ നിസ്സംഗതയുണ്ടെങ്കിലേ ശരിയായ തീരുമാനം ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എടുക്കാൻ കഴിയൂ. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ത്യാഗം, നിസ്സംഗത, ഒട്ടലില്ലായ്മ, ഇതൊക്കെ സന്യാസിമാർക്കുള്ളതാണ്. സന്യാസിമാര് ഈ ഒട്ടലില്ലാത്തത് കൊണ്ടാണല്ലോ വീട് വിട്ടിറങ്ങിയത്. നമ്മളാണല്ലോ ഈ ഒട്ടി വീട്ടിൽ കഴിയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടേ ഈ നിസ്സംഗത? അപ്പൊ ഈ ഗുണങ്ങളൊക്കെ പരിവ്രാജകന്മാർക്കുള്ളതാണ് എന്നാണ് നമ്മുടെ വിചാരം. അത് ശരിയല്ല. ആ കർമ്മം ഇങ്ങനെ പരപ്രേരിതരായി അവർ കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ഒടുവിൽ കർമ്മം ചെയ്യുമ്പോൾ ഒരു അജ്ഞാനി എത്ര ഒട്ടലോടുകൂടി കർമ്മം ചെയ്യുമോ അത്രയും താത്പര്യം ഉള്ളതുപോലെ അതിൽ ഒരു വിട്ടുവീഴ്ചയും വരാതെ നല്ലതുപോലെ ആ കർമ്മം അനുഷ്ഠിക്കും. പക്ഷെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിസ്സംഗരായിത്തീരും. ഏതുപോലെ? വീണ പോലെ. വീണ വിദ്വാന്റെ കൈകളിൽ ഇരിക്കുമ്പോൾ അത് പലതരത്തിലുള്ള രാഗങ്ങളും ആ വീണയിൽ നിന്നുണ്ടാവും. പക്ഷേ വീണ വിദ്വാൻ ആ കച്ചേരിയൊക്കെ നിർത്തി ആ വീണയെ ഒരിടത്ത് വെച്ചു കഴിഞ്ഞാൽ അത് നിശബ്ദമാണ്. അതിൽ നിന്ന് ഒരു ശബ്ദവുമില്ല, നല്ല ശ്രുതിയുമില്ല, അപശ്രുതിയുമില്ല. അത് മൗനിയായി കഴിയുന്നു. ഇതുപോലെയാവണം കർമ്മങ്ങളുടെ ഒടുവിൽ നാം ഓരോരുത്തരും. കർമ്മം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ഉത്സാഹത്തോടുകൂടി ചെയ്യൂ, നല്ല പോലെ ചെയ്യൂ, ഭംഗിയായി അനുഷ്ഠിക്കൂ. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും, വരുമായിരിക്കും, ഞാൻ ഉദ്ദേശിച്ചതുപോലെ സംഭവിക്കും. സംഭവിക്കാതിരുന്നാലോ, കിട്ടാതെ പോയാലോ, ഈ ചിന്തയൊന്നും പാടില്ല. നല്ല പോലെ കർമ്മം അനുഷ്ഠിച്ചില്ലേ, ചെയ്ത് വിട്ടേക്കൂ. ഫലം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തും, കിട്ടാത്തതാണെങ്കിൽ അത് വരില്ല, അത് അതിലേ പൊയ്ക്കോളും. ചെയ്ത് വിട്ടേക്കണം. ഇതാണ് നിസ്സംഗതയുടെ ലക്ഷണം. ചെയ്തു കഴിഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ച് തന്നെ ഓർമ്മിക്കുക. എന്താവും അതിൻ്റെ ഫലം അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, ഇല്ലെങ്കിൽ ഫലം തന്നെ കിട്ടാതെ പോകുമോ? എന്തിനാത്? നല്ലപോലെ കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫലം കിട്ടും.
ഈ മായാമയമായ ലോകത്തിലെ നിയമമാണത്. നിങ്ങൾ നല്ല പോലെ ഭംഗിയായി ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഒടുവിൽ കാലഗതിക്കനുസരിച്ച് പ്രകൃതി അനുവദിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ സംശയമേ വേണ്ട. പിന്നെ എന്തിനാ ആ ഫലത്തെ ഓർത്ത് നമ്മൾ ഇപ്പോഴേ വ്യാകുലപ്പെടുന്നത്? മനുഷ്യ മനസ്സിന്റെ വികലതയാണത്, ദൗർബല്യമാണ്. ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിയെ വീണ പോലെ എന്ന് പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ ഉപമാനം എന്താ? വെളി. വെളി എന്ന് പറഞ്ഞാൽ ആകാശം. ജ്ഞാനി ആകാശത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ആകാശത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തിലാണ് മറ്റ് 4 ഭൂതങ്ങളും വസ്തുക്കളും വ്യക്തികളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഉൾക്കൊണ്ട്, എന്നാൽ ഈ ഘടകങ്ങൾ ഒന്നിനാലും ബാധിക്കപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു ആകാശം. ഇടം, സ്ഥലം, അതങ്ങനെ എല്ലാറ്റിനും ഇടമരുളുകയും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും കൊണ്ട് ബാധിക്കപ്പെടാതെയും ഇരിക്കുന്നു ആകാശം. ഇതുപോലെയാണ് ജ്ഞാനി. അയാളിൽ നിന്ന് സത്കർമ്മങ്ങൾ പലതും ഉണ്ടായി എന്ന് വരാം, പക്ഷേ അതിനോടൊന്നും അദ്ദേഹത്തിന് ഒരു സംഘവുമില്ല. അതിൻ്റെ ഫലം വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹവുമില്ല. അതുകൊണ്ട് ആകാശത്തെ പോലെ സ്വച്ഛനായി, നിർമ്മലനായി, നിർബാധിതനായി, നിസ്സംഗനായി അദ്ദേഹം സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് വെളി പോലെ എന്ന് പറഞ്ഞത്. ഇനി ആറാമത്തെ ഉദാഹരണമോ വിശിറി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വിശറി. വിശറിയെ പോലെയാണ് ജ്ഞാനി. അതെന്താ വിശറിയെ പോലെ എന്ന് പറഞ്ഞത്? വിശറിയുടെ സ്വഭാവം നോക്കാം. വിശറി എടുത്ത് വീശുമ്പോൾ ആ വിശറിയിൽ നിന്ന് കാറ്റ് നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടുമല്ലോ. അപ്പൊ വിശറി നമുക്ക് ഒരു തരത്തിലുള്ള സേവനമാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോഴും ഈ കാറ്റ് നൽകുമ്പോഴും വിശറിക്ക് താൻ ഇവർക്കൊരു സേവനം ചെയ്യുന്നു എന്നൊരു വിചാരമില്ല. അതാണ് വിശറിയുടെ സ്വഭാവം. അത് ജഡമാണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ ജ്ഞാനി ലോകർക്ക് ഉപകാരം മാത്രമേ ചെയ്യൂ. സേവനത്തിന് സദാ സന്നദ്ധനായിരിക്കും ഒരു ജ്ഞാനി. പക്ഷേ താൻ ഇവർക്ക് എന്തോ ഒരു വലിയ കാര്യം ചെയ്തു കൊടുക്കുന്നു, സേവനം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള അഭിമാനം ജ്ഞാനിയുടെ ഉള്ളിലില്ല. അഹങ്കാരം ലവലേശം ഉള്ളിലില്ല. അതുകൊണ്ടാണ് വിശറിയെ പോലെ എന്ന് പറഞ്ഞത്. ഇനി ഈ വിശറി കാറ്റ് നൽകുമ്പോൾ ഞാൻ ഇയാൾക്ക് ഇത്രയും നേരം കാറ്റ് നൽകി, അതിനെന്തെങ്കിലും പ്രത്യുപകാരം ആ വിശറി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതാണ് പ്രതിഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യുന്നവനാണ് ജ്ഞാനി. സേവനം ചെയ്യുന്നു, സേവനത്തിന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. പ്രതിഫലമോ അംഗീകാരമോ വേണം എന്നുള്ള ആഗ്രഹമില്ലാതെ സേവനം ചെയ്തുകൊണ്ട് സേവനത്തിന് തയ്യാറായി വിശറി കഴിയുന്നു. ഇതുപോലെയാണ് ജ്ഞാനിയുടെയും സ്ഥിതി. ജ്ഞാനി അഭിമാനമോ പ്രതീക്ഷയോ ഇല്ലാതെ, പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ലോകത്തിന് രാപ്പകൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളെ കൊണ്ട് പ്രയോജനമില്ല. അയാള് ഒന്നിലും താല്പര്യമില്ലാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്നവനാണ്. അയാൾ എന്ത് വേണം? പിന്നെ മമ്മട്ടിയും കുന്താലിയും എടുത്തോണ്ട് കിളയ്ക്കണോ നിങ്ങളുടെ വീട്ടിന്റെ പുരയിടത്തിൽ വന്ന്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജ്ഞാനിയെ കൊണ്ട് ഈ ലോകത്തിന് പ്രയോജനമില്ല എന്ന് നമ്മൾ ഏതർത്ഥത്തിലാണ് പറയുന്നത്? അദ്ദേഹം ചെയ്യുന്നത് പോലെ ലോകോപകാരം വേറെ ആരും ചെയ്യുന്നില്ല. ഒരു ജ്ഞാനിയുടെ ഈ ഭൂമുഖവാസം ഇവിടെ അദ്ദേഹം കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. വലിയ ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം, പ്രസൻസ്. എന്തെങ്കിലും ചെയ്താലേ ഉള്ളോ പ്രയോജനം? ഇവിടെ ഇത്രയും വിളക്കുകൾ കത്തി നിൽക്കുന്നു. ഈ വിളക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷെ ഈ പ്രകാശത്തിലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ഇങ്ങനെ ഫാനാണെങ്കിൽ നമുക്ക് പറയാം കർമ്മം ചെയ്യുന്നു, കറങ്ങുന്നു, അപ്പോഴാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത്. ഈ വിളക്ക് വെറുതെ പ്രകാശം ചൊരിയുന്നു, അനങ്ങുന്നില്ല. ഇതുപോലെ ജ്ഞാനി ഒരു കർമ്മവും ചെയ്യാതെ ഒരു മൂലക്കിരുന്നാലും അയാൾ ലോകത്തിന് സദാ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ ഈ അജ്ഞാനികൾക്ക് കഴിവില്ല. അവരെന്തെങ്കിലും പുസ്തകം എഴുതണം, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തണം, എന്നാലല്ലേ ഈ സമൂഹത്തിന് പ്രയോജനമുള്ളൂ. വേണ്ട, വാതുറക്കണ്ട. ചുമ്മാ നിശ്ചലനായി സ്ഥിതി ചെയ്താൽ തന്നെ ലോകത്തിന് പരമമംഗളമായി. അതാണ് വിശറിയെപ്പോലെ എന്ന് പറഞ്ഞത്. ഇനി അവസാനത്തെ ഉദാഹരണം എന്താ? ആശിയർ. ആശിയർ എന്ന് പറഞ്ഞാൽ ആശംസിക്കുന്നവർ, അനുഗ്രഹിക്കുന്നവർ. സാധാരണ മുതിർന്നവരും
അതുപോലെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പുരോഹിതന്മാരുമാണ് ആശീർവദിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. പുരോഹിതന്മാർ തുടങ്ങിയവർ അന്യരുടെ യോഗ്യതയോ അയോഗ്യതയോ പരിഗണിക്കാതെ അനുഗ്രഹം ചൊരിയുന്നു. ലോകം മുഴുവൻ മംഗളം കൊണ്ട് നിറയ്ക്കപ്പെടട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിലെ തീവ്രവാദികളില്ലേ, ദുഷ്ടമൃഗങ്ങളില്ലേ, സർപ്പങ്ങൾ പോലെയുള്ള ജന്തുക്കളില്ലേ, എന്തിനാ എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? അവരുടെ മനസ്സിന്റെ വിശാലതയാണ് അതിന് കാരണം. ആരും ഇവിടെ കഷ്ടപ്പെടരുത് എന്നാണ്. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ആരും ഇവിടെ ദുഃഖം ബാധിക്കപ്പെടാതെ ഇരിക്കട്ടെ, എല്ലാവരും പരമസന്തോഷവാന്മാരും സന്തോഷവതികളും ആയിരിക്കട്ടെ. അതെന്താ? മനസ്സിന്റെ വിശാലതയാണ്. കുടുസായ മനസ്സ്, ഇടുങ്ങിയ മനസ്സാണ് ഞാൻ എൻ്റെ വീട്ടുകാരും മാത്രം, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സുഖമായിരിക്കണം എന്നാഗ്രഹിക്കുന്നത്. അപ്പോ ഒരാളുടെ യോഗ്യതയോ അയോഗ്യതയോ പരിഗണിക്കാതെ അനുഗ്രഹിക്കുന്നു മഹാത്മാക്കൾ. അതുപോലെ അങ്ങേയറ്റത്തെ സമത്വ ബുദ്ധിയോടെ. എന്താണ് ഈ സമത്വ ബുദ്ധി? എല്ലാം ഈശ്വരമയം. മുമ്പിൽ വന്നിരിക്കുന്നവർ ആരോ ആയിക്കൊള്ളട്ടെ, ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരായിക്കൊള്ളട്ടെ, സ്ത്രീയോ പുരുഷനോ കുട്ടിയോ വൃദ്ധനോ ആരോ ആയിക്കൊള്ളട്ടെ, ഒരാളെ പറ്റിക്കാനായിട്ടാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ, ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, എന്നാലും അവനും നൽകും അനുഗ്രഹം. കാരണം അവർക്ക് ഭേദചിന്തയില്ല. അങ്ങേയറ്റത്തെ സമത്വ ബുദ്ധിയോടും സ്വാതന്ത്ര്യത്തോടും നിരപേക്ഷാഭാവത്തോടും. ഒന്നും വേണമെന്നുമില്ല, ഒരപേക്ഷയുമില്ല ഉള്ളിൽ. അങ്ങനെ നിരപേക്ഷാഭാവത്തോടും കൂടി ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നു ഗൃഹസ്ഥനായ ജ്ഞാനി. വാസ്തവത്തിൽ സന്യാസിയായി പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭദ്രമാണ് വീട്ടിനകത്ത് ജ്ഞാനിയായി കഴിയുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റില്ല, കാലിടറില്ല, പതനമില്ല. അതേസമയം വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി ഒരു ആശ്രമം, അങ്ങനെയുള്ള ശിഷ്യസമ്പത്ത് അങ്ങനെയൊക്കെ കൂടിയാൽ അപകടങ്ങൾ പിണയാനുള്ള സാധ്യത ഏറും. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. ഇതിന്റെ അർത്ഥം ആശ്രമം സ്ഥാപിക്കണ്ട എന്നല്ല. നല്ല പാകതയുണ്ടെങ്കിൽ മാത്രമേ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാവൂ. ഇല്ലെങ്കിൽ അവിടെയൊക്കെ മനസ്സ് സംഘബദ്ധമായി നമ്മുടെ മുമ്പോട്ടുള്ള പുരോഗതി തടസ്സപ്പെടും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം, നമുക്ക് എന്ന് പറഞ്ഞാൽ ലൗകികർക്ക്, ഗൃഹസ്ഥന്മാർക്ക് അവരവരുടെ വീട് തന്നെയാണ്. പിന്നെ എന്തിന് ഈ സന്യാസത്തെ ഇത്രയേറെ വാഴ്ത്തി പാടുന്നു എന്ന് ചോദിച്ചാൽ, വീട്ടിലിരുന്നു കൊണ്ട് ഉള്ളുകൊണ്ട് സന്യാസിയായി ജീവിക്കൂ. ഈ സന്യാസം ഒരു ഉൾധനമാണ്. ത്യാഗബുദ്ധി, ഒട്ടലില്ലായ്മ, നിസ്സംഗത, അത് ഉള്ളിൽ നേടിയെടുക്കൂ. അത് നേടിയെടുക്കാൻ വീട് വിട്ട് ഇറങ്ങണമെന്നില്ല. ഉള്ളില് നിസ്സംഗത വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ശീലിക്കാം. വീട്ടിനകത്ത് നിസ്സംഗത പാലിക്കാൻ കഴിവില്ലാത്തവൻ ആശ്രമം കെട്ടിയുണ്ടാക്കിയാൽ ആശ്രമത്തിൽ അയാൾക്ക് സംഘമുണ്ടാവും. വരുന്ന വ്യക്തികളോട്, ശിഷ്യന്മാരോട് ഒക്കെ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപത്തിയോ ഒട്ടലോ സംഘമോ എല്ലാം ഉണ്ടായിത്തീരും. അത് അയാളെ അധപ്പതിപ്പിക്കും. അതുകൊണ്ട് എന്താ പറയുന്നത്? നിങ്ങളാരും ബാഹ്യമായ സന്യാസം സ്വീകരിക്കണ്ട, പക്ഷേ എല്ലാവരും ഉള്ളുകൊണ്ട് സന്യാസികളായി കഴിയണം. വീട്ടിൽ വേശി പണം വയ്യോൻ വീണൈ വെളി വിശറി ആശിയർ പോലെങ്കിലും ആവർ. ഈ പറഞ്ഞ 7 ഉദാഹരണം ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ ആയിരിക്കും ജ്ഞാനികളുടെ ഇഹലോക വാസം. അതിൻ്റെ അർത്ഥം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അതിൻ്റെ അർത്ഥം വലിയ കുറേ ഉണ്ട്, എന്നാലും വായിച്ചു പോവാം. കുടുംബികളായ ജ്ഞാനികളും വെറും അജ്ഞാനികളായ കുടുംബികളും ആകൃതിയിലും നടപടികളിലും സമന്മാരാണെങ്കിലും അറിവിൽ തുലോം ഭിന്നന്മാരാണ്. ഈ ഗൃഹസ്ഥാശ്രമികളായ ജ്ഞാനികൾക്ക് ഉപമ പറയുന്നതായാൽ അവർ വേശ്യ, പണം, സൂര്യൻ, വീണ, ആകാശം, വിശറി, ആശ്രിതർ അല്ല, അനുഗ്രഹിക്കുന്നവർ. അതാണ് ആ വാക്കിന്റെ ആശിയർ എന്നുള്ളതിന് ആശ്രിതർ എന്നല്ല, ആ അർത്ഥം തെറ്റാണ്. അനുഗ്രഹിക്കുന്നവർ, ആശംസകൾ അർപ്പിക്കുന്നവർ എന്നാണ് അർത്ഥം. ഇവയ്ക്ക് തുല്യരാണ്. നമ്മൾ പറഞ്ഞ അർത്ഥം തന്നെ നമുക്ക് വേഗത്തിൽ വായിച്ചു പോവാം. ഒന്നാമത്തത് വേശ്യ, അവളോട് അടുക്കുന്നവരോട് കപടപ്രേമം കാണിച്ച് അവരിൽ നിന്നും ധനം വശത്താക്കുന്നു. അതുപോലെ ജ്ഞാനി
സ്വകുടുംബത്തിൽ നിസ്നേഹം അകമേ വളർത്തി പുറമേ അവരെ സ്നേഹിക്കുന്ന ഭാവം കാട്ടി അരുളിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ കാപട്യമാണ് ജ്ഞാനിയുടെ ഉള്ളിലെന്ന് വിചാരിക്കരുത്. ഉള്ളിൽ നിസ്സംഗത, പുറത്ത് അവരോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കാണിക്കുന്നു. അതെന്തോ സ്നേഹം പ്രകടിപ്പിക്കുന്നത് തെറ്റില്ല, അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷെ സംഘം പാടില്ല, അതിൽ നിർബന്ധമുള്ളവരായിരിക്കണം. ഒട്ടിപ്പോരുത്. ഒരാളോട് സ്നേഹം കാണിച്ചാൽ എന്താ? കുട്ടികളെ മാറോടണച്ച് അവരെ ചുംബിച്ചാൽ എന്താ? ഒരു ദോഷവുമില്ല. അങ്ങനെ വേണം, കുട്ടികളത് പ്രതീക്ഷിക്കുന്നു. അപ്പോ അച്ഛൻ എന്നുള്ള രീതിയിൽ ആ കർമ്മം ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്നല്ല, പക്ഷേ എൻ്റെ കുട്ടി എന്നൊരു ഭാവം ഉള്ളിൽ വേണ്ട. 2, പണം. തന്നെ കൈകാര്യം ചെയ്യുന്ന ആരെയും പ്രേമിക്കാതെ തന്നെ അവർക്ക് പ്രയോജനകരമായി നിന്നുകൊള്ളുന്നു. അതുപോലെ ജ്ഞാനിയും തൻ്റെ ഉറ്റ ബന്ധുക്കളിൽ സ്നേഹം വയ്ക്കാതെ അവർക്ക് ഉപകാരം ചെയ്ത് വസിക്കുന്നു. 3, സൂര്യൻ. സകലതിനെയും പ്രവർത്തിപ്പിക്കുന്നതിന് സൂര്യൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല. അതുപോലെ ജ്ഞാനി തൻ്റെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പലർക്കും പല ഉപകാരങ്ങളും ചെയ്യുന്നെങ്കിലും ഫലത്തിനായി കാക്ഷിക്കുന്നില്ല. 4, വീണ. അതിൽ വായിക്കുന്ന ഗാനം മാത്രമേ മുഴക്കുന്നുള്ളൂ എന്നല്ലാതെ അതിന് സ്വന്തമായി ഒന്നും പാടാനാവില്ല. അതുപോലെ ജ്ഞാനിക്കാകട്ടെ തന്നോട് ആര് എന്ത് പറഞ്ഞാലും അതുമാത്രം കേൾക്കുന്നതല്ലാതെ ആ വചനങ്ങളിൽ മനസ്സ് ചെലുത്തി വരുത്തപ്പെടുന്നില്ല. വരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എന്നർത്ഥം. ദുഃഖിക്കുന്നില്ല. 5, വിശറി. അത് ചുഴറ്റുന്ന എല്ലാവർക്കും മുഖം നോക്കാതെ ഒന്നുപോലെ ആശ്വാസം നൽകി പ്രതിഫലം ആശിക്കാതിരിക്കുന്നു. ജ്ഞാനിയും അതുപോലെ ജനങ്ങൾക്ക് വ്യത്യാസം കൂടാതെ ക്ഷേമം ചെയ്തുകൊണ്ടിരിക്കുന്നു. പകരമായി ക്ഷേമമോ പ്രതിഫലമോ ഒന്നും പ്രത്യാശിക്കുന്നുമില്ല. 6, ആകാശം. ആകാശം സകല വസ്തുക്കളോടും ചേർന്ന് അവയ്ക്കെല്ലാം ഇടം കൊടുത്ത് സഹായിക്കുന്നു. എന്നാൽ അത് ഒരു വസ്തുവോടും ബന്ധിക്കാതെ നിസ്സംഗമായിരിക്കുകയുമാണ്. ജ്ഞാനിയും അതേ പ്രകാരത്തിൽ നിസ്സംഗനായി അവരോട് ഇടപെട്ട് വാഴുന്നു. 7, അനുഗ്രഹം ചൊരിയുന്നവർ അല്ലെങ്കിൽ ആശംസകൾ അർപ്പിക്കുന്നവർ. ഇതിൽ ആ അർത്ഥം അല്ല, വേറൊരർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും ഇതിനോട് യോജിക്കുന്നതല്ല. ആശ്രിതരാകട്ടെ യജമാനൻ നല്ലവനോ ചീത്തയോ ആയിരുന്നാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് യജമാനന്റെ ഹിതത്തിനായി തന്നെ നിലകൊള്ളുന്നു. ജ്ഞാനിയും അതേ രീതിയിൽ ഉത്തമരെയും അധമരെയും ലേശവും വ്യത്യാസം കൂടാതെ ആത്മാക്കൾ എന്ന നിലയിൽ സ്നേഹിച്ച് അരുൾമയനായി വാണുകൊള്ളുന്നു. അങ്ങനെ ഒരു അർത്ഥം, ആ ആശയം നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ആശ്രിതർ എന്നുള്ള ആ അർത്ഥമല്ല ഇവിടെ യോജിക്കുക. മേൽക്കാണിച്ച ദൃഷ്ടാന്ത പ്രകാരം ജ്ഞാനിയുടെ നിസ്സംഗത്വം, നിർമോഹത്വം, നിസ്സീമമായ അരുൾപ്രേമം, അതിലില്ലാത്ത സ്നേഹമാണ് ജ്ഞാനിക്ക് ലോകരോട് തോന്നുക. ആദിയായ ഗുണങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.